പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ കേസിൽ, സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ്. നമസ്കാരം. പാവപ്പെട്ട ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ കിടപ്പാടം ഇല്ലാത്തവൻ്റെ കിടപ്പാടം തട്ടിയെടുക്കുന്ന രീതിയിൽ അവൻ്റെ അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റി നാട്ടി അതിവേഗ റെയിൽവേ പാതയ്ക്ക് റെയിലിന് സിൽവർ റെയിൽ പദ്ധതിക്ക് വേണ്ടി തുടക്കമിട്ട പിണറായി വിജയൻ്റെ കരണമടിച്ച് പുകയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നലെ പുതിയ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. റെയിൽ പദ്ധതി റദ്ദ് ചെയ്തിരിക്കുന്നു. കേരളത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാതെ റെയിൽ പദ്ധതി വന്നാൽ കേരളത്തിന് പരിസ്ഥിതി ആഘാതം എത്രത്തോളം ഉണ്ടാകും എന്നുള്ള രീതികൾ പഠിക്കാതെ, കേരളത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള പ്രകൃതിയെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും അതിലെ ആവാസ വ്യവസ്ഥയെയും കുറിച്ച് പഠിക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ഒരു പഠനം നടത്തി കൃത്യമായ DPR പോലും സമർപ്പിക്കാതെ വിഭാവനം ചെയ്ത് റെയിൽ പദ്ധതി ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യുന്നു എന്നാണ് ഇന്നലെ വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഇത് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ മന്ത്രിസഭാ യോഗത്തിൻ്റെ 2ാം ദിവസം എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിന് പരിസ്ഥിതി ആഘാതമുണ്ടാക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന ഇത്തരം ഒരു പദ്ധതി തികച്ചും അശാസ്ത്രീയമാണ് എന്ന് കണ്ടെത്തിയതിനാൽ റെയിൽ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലങ്ങളെല്ലാം സമ്പൂർണമായ ക്രയവിക്രയ അവകാശങ്ങളോടുകൂടി അതാത് ഭൂവുടമകൾക്ക് വിട്ടുകൊടുക്കുന്നു. മാത്രമല്ല, അവിടെ നാട്ടിയിരിക്കുന്ന മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, റെയിൽ വിരുദ്ധ സമിതിയുടെ പേരിൽ എടുത്ത എല്ലാ കേസുകളും ഈ സർക്കാർ റദ്ദ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. അത് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇനി അത് കോടതിയിലേക്ക് കൈമാറും. കോടതിയാണ് സമ്പൂർണ്ണമായ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് എന്നാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ട അശാസ്ത്രീയമായ ഒരു നടപടി, ഒരു പദ്ധതി കേരളത്തിൻ്റെ പരിസ്ഥിതിയെ പോലും തകർക്കുന്ന തരത്തിലുള്ള, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തെ 2ആയി പകുത്തുകൊണ്ട് ഒരു മതിൽ കെട്ടി ആ മതിലിന് മുകളിലൂടെ റെയിൽ ഓടുന്ന ഒരു പദ്ധതിയെ, എന്തായാലും കേരളത്തിൻ്റെ പരിസ്ഥിതി ആഘാതം വരുത്തുന്ന ഒരു പദ്ധതിയെ കേരളത്തിൻ്റെ ജനതയ്ക്ക് ആവശ്യമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് പുതിയ സർക്കാർ അത് റദ്ദ് ചെയ്യുന്നു. ഇത്തരം ഒരു സ്തുത്യർഹമായ തീരുമാനത്തിലേക്ക് വി.ഡി. സതീശൻ പോകുമ്പോൾ കഴിഞ്ഞ കാല സർക്കാരുകൾ എടുത്ത പുതിയ പദ്ധതികളെല്ലാം ഒരു കാരണവശാലും സർക്കാർ റദ്ദ് ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ അശാസ്ത്രീയമായി കൈക്കൊണ്ടിരിക്കുന്ന ഇത്തരം വികസനോന്മുഖമായ പരിപാടികളെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞ് അത് കേരളത്തിൻ്റെ പ്രകൃതിക്കും ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ചേരുന്നില്ല എന്ന് കണ്ടാണ് അത് റദ്ദ് ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ കാല സർക്കാരിൻ്റെ കാലത്ത് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു 2018 മുതൽ ശബരിമലയിൽ ഉണ്ടായി എന്ന് പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറ വാതിലും അടക്കം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും അടക്കം അന്യസംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ കടത്തിക്കൊണ്ടുപോയി വിറ്റു കോടികളുടെ ലാഭമുണ്ടാക്കി പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയുമെല്ലാം എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ അതിന് ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി SIT ടീം രൂപീകരിക്കുകയും പിന്നീട് SIT ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ആളുകളെല്ലാവരും തന്നെ CPMൻ്റെ സമ്മന്നതരായ നേതാക്കളെ MLA മാരും CPM നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണർമാരും തന്നെയായിരുന്നു. ഇവരെല്ലാവരും ദിവസങ്ങളോളം ജയിലിൽ കിടക്കുന്ന കാഴ്ചയും നാം കണ്ടു. എന്നാൽ 90 ദിവസം കഴിഞ്ഞിട്ടും ഇതിനെതിരെ SITക്ക് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിനാൽ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ, സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ SIT കുറ്റക്കാരെന്ന് കണ്ടെത്തി, പ്രതികളെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച എല്ലാവരെയും 90 ദിവസം കഴിഞ്ഞിട്ടും SITക്ക് കൃത്യമായൊരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ CPMൻ്റെ നേതാക്കളായ ഇത്തരം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരെല്ലാവരും ജയിലിന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ സംസ്ഥാനത്തിന് പുറത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്ത് അയ്യപ്പ ഭക്തനായ ഒരു വലിയ കോടീശ്വരന് ഈ സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് അന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പുറത്തു പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയപ്പോൾ വി.ഡി. സതീശൻ്റെ കീഴിലുള്ള ഈ സർക്കാർ
ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് വിറ്റിരിക്കുന്നത് എന്നറിയാം. അത് സംസ്ഥാനത്തിന് പുറത്ത് ഒരു വലിയ വ്യാപാരിക്ക് വിറ്റു എന്നുള്ള വിവരം അന്ന് അദ്ദേഹം പറഞ്ഞത് കൃത്യമായ രേഖകളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എങ്കിൽ തീർച്ചയായും ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ശബരിമലയിലെ അയ്യപ്പന്റെ വലിയ ഭക്തൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തി തിരിച്ചത് ശബരിമലയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി എവിടെയാണ് വിറ്റിരിക്കുന്നത് എന്നറിയാം. അത് സംസ്ഥാനത്തിന് പുറത്ത് വലിയൊരു വ്യാപാരിക്കാണ് വിറ്റിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് അന്ന് അദ്ദേഹം പുറത്തുവിട്ടത്. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്വർണ്ണപ്പാളി കണ്ടെത്താൻ തീർച്ചയായും സാധിക്കും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ശബരിമലയിലെ അയ്യപ്പന്റെ വലിയ ഭക്തൻ എന്ന രീതിയിൽ, കഴിയുന്നത്ര എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരു ഭക്തൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ സ്വർണ്ണപ്പാളികൾ കണ്ടെത്തി ശബരിമലയിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്നറിയാം എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശബരിമല അയ്യപ്പൻ്റെ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ വിഷമിച്ച, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയ ഒന്നായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ സ്ത്രീ പ്രവേശവും. എന്തായാലും ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിന് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന തരത്തിൽ തന്നെ മുൻ സർക്കാരിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സർക്കാർ തന്നെ വീണ്ടും സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളെ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ. എന്നാൽ ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കമുള്ള സ്വർണ്ണപ്പാളികൾ കണ്ടെത്തി, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടമായിരിക്കുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ കണ്ടെത്തി വീണ്ടും അത് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നതിന്, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി എവിടെയാണ് വിറ്റിരിക്കുന്നത് എന്ന് തനിക്കറിയാം, അത് സംസ്ഥാനത്തിന് പുറത്തൊരു വ്യാപാരിക്കാണ് വിറ്റിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പുറത്തു പറഞ്ഞ വി.ഡി. സതീശൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്ത് പോയിരിക്കുന്ന ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അദ്ദേഹം കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അങ്ങനെ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള ആ വേദന ദൂരീകരിക്കാൻ അയ്യപ്പ ഭക്തൻ കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം. പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ കേസിൽ, സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ്.